തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പട്ടണത്തിൽ നിന്ന് ആനക്കട്ടി വഴി 60 കിലോമീറ്റർ. പ്രകൃതി രമണീയമാണ് അട്ടപ്പാടി മലയിടുക്കുകൾ. പുഴകളും അരുവികളും തോടുകളും കൊണ്ട് മനോഹരമാണ് ഈ പ്രദേശം. സുഗന്ധവിളകളും നാണ്യവിളകളും പഴവർഗ്ഗങ്ങളും പയർവർഗ്ഗങ്ങളും എല്ലാം കൊണ്ട് സമ്പന്നമാണിവിടം. ലോകത്തിൽ പല സ്ഥലത്തും കിട്ടാത്ത ധാരാളം ഔഷധച്ചെടികൾ തഴച്ചു വളരുന്ന നാടാണ് അട്ടപ്പാടി. ഒരിക്കലും വറ്റാത്ത ഭവാനിപ്പുഴ ഈ ചെടികളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നു. ഇന്ത്യയിൽ വംശമറ്റുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഏറെയുള്ള കാനനമാണ് സൈലന്റ് വാലി. കാട്ടാനകളും കാട്ടുമൃഗങ്ങളും പീലി വിടർത്തിയാടുന്ന മയിലുകളും വിവിധതരം പക്ഷികളും എല്ലാം കാണുമ്പോൾ നാം അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും. ധാരാളം പാവപ്പെട്ട ആദിവാസികൾ താമസിക്കുന്ന ഊരുകൾ ഈ മലകളുടെ ഇടുക്കുകളിൽ നമുക്ക് കാണാം. സൂര്യനെ ലക്ഷ്യമാക്കി കിഴക്കോട്ട് ഓരം കവിഞ്ഞൊഴുകുന്ന ഭവാനിപ്പുഴയുടെ തീരത്ത് ചരിത്രപ്രധാനമായ മല്ലീശ്വരൻ മലയുടെ അടിവാരത്ത് ദൈവം ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഈ ധ്യാനകേന്ദ്രം. സെഹിയോനിലേക്കൊരു യാത്ര. മോൺസിഞ്ഞോ സെബാസ്റ്റ്യൻ ഇരുമ്പൻ. സുവിശേഷത്തിലെ 2 സംഭവങ്ങളാണ് സെഹിയോൻ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് എന്റെ ഓർമ്മയിൽ വരിക. ഒന്നാമത്തെ സംഭവം, യേശുവും ശിഷ്യന്മാരും അവസാന അത്താഴം ഭക്ഷിക്കാനായിട്ട് ഒരുമിച്ച് കൂടിയ ആ സെഹിയോൻ മാളിക. യേശു തന്റെ അരുമ ശിഷ്യന്മാരോട് ഒരുമിച്ച് തന്റെ അവസാന ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ തന്റെ ശരീര രക്തങ്ങൾ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി പങ്കിട്ടു നൽകി. രണ്ടാമത്തെ സംഭവം, യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സ്ത്രീയന്മാരും പരിശുദ്ധ അമ്മയും ഒരുമിച്ച് കൂടിയിരുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് പുറമേ കൊടുങ്കാറ്റിന്റെ ശബ്ദത്തോടും അകമേ അഗ്നിനാളത്തിന്റെ പ്രകാശത്തോടും ചൂടോടും കൂടി അവരുടെ മേൽ ഇറങ്ങി വന്ന സംഭവം. ഈ 2 സംഭവങ്ങളാണ് സഭയുടെ കേന്ദ്രം. യേശുവിന്റെ ജീവിതത്തിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് നൽകിയതായ തന്റെ രക്ഷാകര പ്രവർത്തനത്തിന്റെ പ്രതീകമാണ് വിശുദ്ധ കുർബാന. രണ്ടാമത് സഭയ്ക്ക് പ്രചോദനം നൽകുന്ന, ജീവൻ നൽകുന്ന
തന്റെ ആത്മാവിനെ നൽകുന്നതായ സംഭവവും. ഈ രണ്ട് സംഭവങ്ങളുടെയും ആവർത്തനം ഈ സൈയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. ശാരീരികവും ആത്മീയവുമായ ഭക്ഷണം നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവാൽ അവിടുത്തെ പ്രേക്ഷിതരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും എല്ലാം പ്രാർത്ഥനയുടെ ഫലമായി വലിയ അനുഗ്രഹങ്ങൾ, രോഗശാന്തിയും മറ്റും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ എല്ലാ ദാനങ്ങളും അതുവഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ രണ്ട് സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് യേശുവിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. രണ്ടാമത്തെ വചനം, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്നവൻ കുടിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നാഥ, എന്നെ അങ്ങയുടെ ശാന്തിയുടെ ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, സംശയമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രതീക്ഷയും ഞാൻ വിതറട്ടെ. നമ്മളെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാഥ, അനുഗ്രഹിച്ചാൽ. ധ്യാനകേന്ദ്രം ഉത്ഭവം ചരിത്രം. പാലക്കാട് രൂപതയുടെ പിതാവായ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവാണ് ഈ ധ്യാനകേന്ദ്രം ആശീർവദിച്ചത്. 1998 ഏപ്രിൽ മാസം 28-ാം തീയതിയായിരുന്നു അത്. അഭിവന്ദ്യ പിതാവിന്റെ ശ്ലൈഹികമായ ആശീർവാദത്തോടെയുള്ള ശുശ്രൂഷകളാണ് ഈ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്നത്. മക്കളോട് എന്ന പോലുള്ള പിതാവിന്റെ സ്നേഹവും ഇടയ്ക്കിടയ്ക്കുള്ള സെഹിയോൻ സന്ദർശനങ്ങളും ദൈവജനത്തോടുകൂടി ചെലവഴിച്ച മണിക്കൂറുകളും പിതാവിന്റെ പ്രബോധനവും ലഭിച്ച നിർദ്ദേശവും ധ്യാനകേന്ദ്രത്തിന്റെ വളർച്ചയുടെ നാഴികക്കല്ലുകളാണ്. ധ്യാനകേന്ദ്രം വളർച്ചയുടെ പാതയിൽ പാലക്കാട് രൂപതയിലെ വൈദികനായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ ആണ് ഈ ധ്യാനകേന്ദ്രത്തിന്റെ സ്ഥാപകനും ഡയറക്ടറും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഇന്ത്യയുടെ അനേകം സംസ്ഥാനങ്ങളിലും അനേകം വിദേശ രാജ്യങ്ങളിലും വചനവുമായി കടന്നുപോയിട്ടുള്ള ഖാൻ അച്ഛൻ നല്ലൊരു ടെലിവിഷൻ പ്രഭാഷകൻ കൂടിയാണ്. അവളിലെ ആത്മാവിനോട് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അവളെ വിട്ട് പുറത്തു പോകുക. തൽക്ഷണം അവളിലെ ആത്മാവ് അവളെ വിട്ട് ഇറങ്ങിപ്പോയി. ഇതാണ് അധികാരത്തിന്റെ ഉപയോഗം. ദൈവികമായ അധികാരമാണിത്. പിശാചിന്റെ മേലുള്ള വർഷങ്ങൾക്ക് മുൻപ് അട്ടപ്പാടിയിലെ താവളം ഹോളി ട്രിനിറ്റി ഫൊറോന പള്ളിയിലെ ഒരു കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെയായിരുന്നു ഇതിന്റെ തുടക്കം. പള്ളിയോട് ചേർന്ന് അടഞ്ഞുകിടന്നിരുന്ന ഒരു ബോയ്സ് ഹോം അച്ഛന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഒരു ചെളിക്കുണ്ടായിരുന്നു അന്ന് ഇതിന്റെ പരിസരം. ഇത് ഒരു പ്രാർത്ഥനാലയത്തിനായി ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ള അച്ഛന്റെ ആഗ്രഹം ദൈവം കണ്ടു. ഈ ഹോസ്റ്റൽ ധ്യാന കേന്ദ്രത്തിനായി അഭിമന്യ പിതാവ് നൽകി. സേവ്യർ അച്ഛന്റെ നേതൃത്വത്തിൽ ഓലഷെഡിൽ